ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ശ്രീലങ്കയിൽ. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗാലയാണ്. നമ്മളിന്നലെ താമസിച്ചത് ബന്തോത്തയാണ്. ബന്തോത്തയിൽ ഇന്നലെ നമ്മൾ വന്നു. നമ്മൾ ട്രെയിനിൽ വന്ന് താമസിച്ചു. ഇന്നലെ സർഫിങ് നടത്തി. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് ബൻകോട്ടയിലെ ഗാലയിലേക്കാണ്. ഗാല എന്ന് പറയുന്നത് വേൾഡ് യുനെസ്കോ പൈതൃക സ്ഥാനത്തിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരുപാട് കോട്ടകളും കാര്യങ്ങളും ഡച്ച് കാലത്തെ ഒരുപാട് നിർമ്മിതികളുണ്ട് അവിടെ. അപ്പോൾ അത് കാണണം. 9:40 ട്രെയിനുള്ളത്. ഇന്നും 1 മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇറങ്ങി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇത് ഇവരുടെ ഹോം സ്റ്റേ ആണ്. ഇവരുടെ തറവാട് വീടാണെന്ന് തോന്നുന്നു, പഴയ വീട്. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഹോം സ്റ്റേയിലാണ് ഇന്നലെ നമ്മൾ താമസിച്ചത്. നായ ഉണ്ടായിരുന്നു ഇന്നലെ. നല്ല അനുസരണമുള്ളതാണ് എന്നെ. അപ്പോൾ ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഭക്ഷണം കഴിച്ചിട്ടില്ല. 9:15 രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടൽ കണ്ടാണെങ്കിൽ അതിന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. ഇവിടുത്തെ ഓട്ടോറിക്ഷ നല്ല രസം കാണാം. കളറ് പല കളറിലായത് കൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ആൾക്കാർ ടുക്ക് എന്നാണ് ഓട്ടോറിക്ഷയ്ക്ക് പറയുന്ന പേര്. പിന്നെ നമ്മൾ അടുത്ത പോകുന്ന രാജ്യം എന്ന് പറയുന്നത് മലേഷ്യയാണ്. മലേഷ്യയിലേക്കും അതേപോലെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് വിസ ആവശ്യമില്ല. പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. ഓൺലൈനിലായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പ്രിൻ്റ് കിട്ടും. നമ്മൾ എവിടെ താമസിക്കേണ്ടത്, ഏതാ ഫ്ലൈറ്റ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ മതി. ഒരു കാർഡ് കിട്ടും. ആ കാർഡ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ പാസ്പോർട്ടിൻ്റെ കൂടെ ടിക്കറ്റിൻ്റെ കൂടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ മലേഷ്യൻ്റെ വിസ, എൻ്റെ എല്ലാ വിസകളും എടുക്കുന്നത് ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് എന്ന് പറയും. അതാകുമ്പോൾ നമ്മളുടെ പ്രോസസ്സിംഗ് ഫീ കൊടുക്കണം, അവർക്ക് ചാർജ് കൊടുക്കണം. പക്ഷെ അത്രയ്ക്ക് വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല. സാധാരണ നോർമൽ ചാർജസ് തന്നെയാണ് ഈടാക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു പേയ്മെൻറ്റ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, നമ്മളുടെ ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എല്ലാതും അവർ തന്നെ ചെയ്യും. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വിസ കിട്ടും. അപ്പോൾ അതാണ് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ തൊട്ട് ചാരിയിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. കൗണ്ടറിൽ ആളുണ്ടെന്ന് അറിയില്ല. നമുക്ക് ചെറുതായിട്ടൊരു പണിപാളി. ഇന്ന് ആ ഒരു ട്രെയിൻ ക്യാൻസലാണ്. അപ്പോൾ നമ്മൾ ഗാലയിൽ പോകണമെങ്കിൽ ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇനി 1 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. അങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിന് പോവാം. ട്രെയിനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും, ബസ്സിന് 1.5 മണിക്കൂർ എടുക്കും. പിന്നെ ബസ് എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ബസ് സ്റ്റോപ്പ് കുറച്ച് ദൂരത്താണ്. ടാക്സി ഒരു ടുക്കിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഗാലയിലേക്കാണ് ബസ് ഉള്ളത്. Yeah, I'll do. That temple, you give the 1,000 rupees for tuk-tuk. Okay, no, I have to go to Gala first. ബാഗ് കുറച്ച് ഹെവി ആയത് കാരണം കൊണ്ട് നമുക്ക് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. അതുപോലെ യൂണിഫോം ഒന്നും വേണ്ട, കാപ്പി യൂണിഫോം ഒന്നും വേണ്ട.
ഓട്ടോറിക്ഷ ഏത് കളറുള്ള ഓട്ടോറിക്ഷ നമുക്ക് ഓടിക്കാം. ഓട്ടോറിക്ഷക്ക് കാലയിൽ പോകാനാ പറയുന്നത്. Yeah, I did it yesterday. താഴെ പുഴയാണ്, കടല് സഞ്ചരിക്കുന്ന സ്ഥലമാണ്. പിന്നെ റിവർ അഡ്വഞ്ചർ പുറയുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിൽ വന്ന് ഇവിടെ ഇറങ്ങി. ഓട്ടോ ചേട്ടൻ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് 200 പറഞ്ഞത് ഇവിടെ എത്തിയപ്പോൾ 300 പിന്നെ 1.5 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. ഇവിടെ നാടല്ല. ഇവിടുന്ന് ഫുഡ് കണ്ട് ഒരു ഹോട്ടൽ കണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഒരു പരിപ്പുവട, ഒരു ആലുകൊണ്ട, ഒരു ഉഴുന്നുവട, 2 ദോശ. അതൊന്നും കൊണ്ടുവന്ന് വെച്ചതാണ്. നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മാത്രം പൈസ കൊടുത്താൽ നമ്മൾ കഴിക്കിട്ടതിന് പൈസ മാത്രം. ഇത് ആരും ചാപ്പാട്ട് പോരെ. ഭക്ഷണം കഴിച്ചു. 280 രൂപ ഒരു ദോശ, ഒരു വട. ഈ രൂപ എന്ന് പറയുന്നത് ലങ്കൻ റുപ്പിയാണ്. കാരണം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ലങ്കൻ റുപ്പി പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ നാട്ടിലെ റേറ്റ് രൂപ എന്ന് പറയുമ്പോൾ ഒരു 3 ഇരട്ടി കൂടുതലാണ് ഇവിടെ ലങ്കൻ രൂപ എന്ന് പറയുമ്പോൾ. നാട്ടിലെ 100 രൂപ. ദോശ ഭയങ്കര കട്ടിയുണ്ടായിരുന്നു. ദോശ, ഒരു വട, ഒരു ചായ. ഇനി നമ്മളെ ബസ് വരുന്ന ബസ്സിന് കാത്തിട്ട് ഗാലെ ബസ്സിന് കയറി കുറ്റത്തം വിട്ടതാണ്. നല്ല ഇപ്പോ നിൽക്കാണ്, സ്റ്റാൻഡിക്കാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇനി സീറ്റ് കിട്ടിയതിന് ശേഷം നോക്കാം. കൊളംബോന്ന് ഏകദേശം 119 കിലോമീറ്ററാണ് നമ്മൾ ഈ പറയുന്ന ഗാലെ എന്ന സ്ഥലം. ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുള്ള സ്ഥലം കൂടിയാണ്. കാരണം ഒരുപാട് വർഷക്കാലം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു ആ നഗരം. അങ്ങനെ അവർ രൂപപ്പെടുത്തിയ ഒരു കോട്ട നഗരമാണ് ഗാലെ ഫോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് പോണ വഴിക്ക് ഒരുപാട് ബീച്ചുകളും, ഇത് ഫുൾ ബീച്ചുകളാണ്. നമ്മുടെ ഗാലെ എത്തോളം ഈ ഒരു സൈഡിൽ മൊത്തം ബീച്ചുകളാണ്. അതിന് സമാന്തരമായിട്ടുള്ള നേരേഖ ഹൈവേ കൂടിയാണ്. ക്ലീനാണ് ഈ സിറ്റിയുടെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ഭാഗത്ത് പോയാലും നമുക്ക് ഈ ഒരു ക്ലീന് മനസ്സിലാവും. വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ്, അതുകൊണ്ടായിരിക്കും. അതേപോലെ ക്ലൈമറ്റ് കാര്യങ്ങൾ അത് പറയുന്നത്, ഇപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിനോട് സാമ്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. ഒരു മരങ്ങളും തെങ്ങുകളും അതേപോലെ നമ്മളുടെ കേരളത്തിൽ വളരുന്ന അതേ വൃക്ഷങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ശ്രീലങ്കയിലും അതേപോലെ ഈ ഗാലെ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോകുന്ന ഈ വഴിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. 2 മണിക്കൂർ 2.25 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഗാലേക്ക് എത്തി. ഗാല ടൗണാണ്. അമ്പലം. ഇത് കുറച്ചൊരു വലിയ സിറ്റിയാണ് ഗാല എന്ന് പറയുന്നത്. ഗാല ഗല്ല് എന്നൊക്കെ പറയും. നമുക്ക് ടൗണിനോടൊക്കെയാണ് മെയിൻ ബസ് സ്റ്റാൻഡൊക്കെ. അവിടെ പോയിട്ട് അത് നിർത്തുക. ഇത് അവിടുന്ന് എടുത്ത് ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റാണ് എത്തിക്കാനായിട്ട്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഗല്ലയുടെ കാഴ്ചകൾ കാണാനിറങ്ങാം. കാരണം അവിടുത്തെ ഗാല സെൻട്രൽ ബസ് സ്റ്റാൻഡ്. നമുക്ക് പോകേണ്ടത് ഈ ഒരു ദിശയിലേക്കാണ്. ഗാല ഫോർട്ട് എന്ന് പറയും. ഡച്ച് ഫോർട്ടാണ്. പണ്ട് ഡച്ചുകാർ ശ്രീലങ്ക ഭരിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ച ഫോർട്ടാണ്. യുനെസ്കോ പൈതൃക സ്ഥാനത്തിലൊക്കെ ഇടണ്ട്. 1 കിലോമീറ്റർ ഉണ്ട് നമ്മളെ റൂമിലേക്ക്.
അപ്പോൾ റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടൊക്കെ വിളിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഉണ്ട്, ചോദിച്ചൊക്കെ എത്ര ആയെന്നുള്ളത്. Gale Fort. Yeah. How much? How much? 300. 300. ബസ് സ്റ്റാൻഡിന് മുമ്പിലായതുകൊണ്ട് ഭയങ്കര റേറ്റാണ് അവർ പറയുന്നത്. എന്താ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ. നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് ഗ്യാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കത്തി റേറ്റ് ആയിരിക്കും ഒക്കത്തിലും. ബാർഗൈൻ ചെയ്താലേ നമുക്ക് ഇവിടെ കാര്യമുള്ളൂ. മുന്നിൽ കാണുന്നത് ഫോർട്ടാണ്, ഡച്ച് ഫോർട്ടാണ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് പിന്നെ അതുമായിട്ട് അനുബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഉപജീവന മാർഗം ഉണ്ടാവും. കുറച്ച് വെള്ളം വേണം, ഒരു കുപ്പി വെള്ളം വേണം, തണുത്ത വെള്ളം. ഓട്ടോറിക്ഷ ഉണ്ട്, അവിടെ ചോദിച്ചൊക്കെ എത്ര വരുന്നുണ്ട്. അപ്പോൾ 300 രൂപയ്ക്ക് കച്ചവടം ആരംഭിച്ചു. 300 പറഞ്ഞു, 400 പറഞ്ഞു, പിന്നെ 300 ആക്കി. ഏതായാലും ഇവിടെ ഒരു ഇന്റർനാഷണൽ ഒരു ഗാല സ്റ്റേഡിയം ഉണ്ട്. ഗാല ഡച്ച് ഫോർട്ടാണ്. പിന്നെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ബസ്സുകളുണ്ട് ഇതിൽ. റൂമിലെത്തി ബാഗ് ലഗേജൊക്കെ വെച്ച് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ വരണം, ഗാല ഫോർട്ടിലേക്ക് വരണം. ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിയത്. ഒരു കോട്ടവാതിൽ കഴിയും, ആ കോട്ടവാതിലിൻ്റെ പുറത്ത് ചാടി ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം. ഡിസ്ട്രിക്ട് കോർട്ടാണ് ഗാല, ജില്ലാ കോടതി. ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തെരുവ് അതുപോലെയൊക്കെ തോന്നും ഏകദേശം. ഡച്ചുകാർ ഭരിച്ചിരുന്ന സ്ഥലം ആവുമ്പോൾ ഇതേപോലെയാണ് ഉള്ളത്. നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്, പരിപാലിക്കുന്നുണ്ട്. എല്ലാ ടൗണാണെങ്കിലും കച്ചറയൊന്നും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഫോർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടൻ്റെ ഉള്ളിലാണ് ഈ ഒരു ടൗൺ എന്നുള്ളത്. നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ ഉള്ളത് ഈ ഏരിയയാണ്. റൂം കണ്ടെത്തും. ഗാല ഫോർട്ട് ഹെവൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നോക്കട്ടെ. ടയോട്ട ലാൻഡ് ക്രൂസറാണ്. ഇവിടെ ടയോട്ടയുടെ വണ്ടികളാണ് കൂടുതലുള്ളത്. ടയോട്ടയുടെ നമ്മളെ നാട്ടിൽ കാണാത്ത ടൈപ്പ് വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ വന്ന് ഇറങ്ങി ആ സ്ട്രീറ്റിലല്ല ഹോട്ടലുള്ളത്. അങ്ങനെ ഫോർട്ട് ഹെവൻ നമ്മളുടെ ഫോർട്ട് ഹെവൻ എവിടെയാണ്? ചെറിയ സ്ട്രീറ്റ്. ഓക്കെ, ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു ഹോട്ടലാണ്. ഓക്കെ,
റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് അത് നോക്കാം. ഒരു ചെറിയ റൂമാണ്, 1300 rupees. ബാത്റൂം നല്ല നീറ്റാണ്, നിൽപ്പുണ്ട്. രസത്തിന് വേണ്ടിയിട്ട് ഓക്കെ, നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. കട്ടിലൊക്കെ ആണെങ്കിലും പഴയ ട്രഡീഷണൽ ടൈപ്പ് കട്ടിലാണ്. ഡോറ് വൈഫൈ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റാണ് പേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പേ ചെയ്യണം. കഴിഞ്ഞ് ഒന്ന് ഒരു ഫ്രഷ് ആയതിനു ശേഷം പുറത്ത് നമുക്ക് ഇറങ്ങാം.